ഡയാന രാജകുമാരി എന്റെ മകന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോഴാണ് കൊല്ലപ്പെടുന്നത്. ഡയാനയുടെയും കാമുകന്റെയും മരണം ഒരിക്കലും അപകട മരണമായിരുന്നില്ല. അത് ബ്രിട്ടൻ രാജകുടുംബം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ്. അവരുടെ പ്രശ്നം എന്റെ വംശമാണ്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എന്നും വ്യാജനെന്ന് അധിക്ഷേപിച്ച ശതകോടീശ്വരനായ മുഹമ്മദ് അൽ ഫയാദിന്റെ വാക്കുകളായിരുന്നു ഇത്. ബ്രിട്ടനുമായി തുടർന്നു പോന്ന കുടിപ്പകയ്ക്ക് അദ്ദേഹത്തിന് നഷ്ടമായത് മകനെയും ഭാവി മരുമകളെയുമാണ്. എന്നാൽ ശരിക്കും ഡയാനയുടെ പേരിനൊപ്പം ചേർക്കേണ്ട പേരല്ല അദ്ദേഹത്തിൻ്റെത്. ആഡംബരത്തിന്റെ രൂപമായ ശതകോടീശ്വരനാണ് അദ്ദേഹം. മുസ്ലിം വിരുദ്ധത തുടർന്നു പോരുന്ന ബ്രിട്ടൻ രാജവാഴ്ചയോട് കലഹിച്ച വ്യക്തി. ആരാണ് ശരിക്കും അദ്ദേഹം? നമുക്ക് പരിശോധിക്കാം. കുടുംബം പോറ്റാൻ ശീതളപാനീയവും തയ്യൽ മെഷീനുമൊക്കെ വിറ്റു നടന്ന ഒരു വ്യക്തി. അവിടെ നിന്നും റിയൽ എസ്റ്റേറ്റ്, ഷിപ്പിംഗ്, കൺസ്ട്രക്ഷൻ ബിസിനസ്സുകളുമായി ആദ്യം മിഡിൽ ഈസ്റ്റിലും പിന്നീട് യൂറോപ്പിലും പടർന്നു പന്തലിച്ച ശതകോടീശ്വരൻ. മുഹമ്മദ് അൽ ഫയാദിന്റെ യഥാർത്ഥ ജീവിതം ഏത് അറബിക്കഥയിലെ അത്ഭുതങ്ങളെയും വെല്ലുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലേക്ക് എത്തിയപ്പോഴേക്കും വിവാദ നായികയായ ഡയാന രാജകുമാരിയുടെയും കാമുകനായ ഡോഡി അൽ ഫയാദിന്റെ പിതാവ് എന്ന പേരിലേക്കും ചുരുക്കപ്പെട്ടിരുന്നു. അതെ, ഡയാനയ്ക്കൊപ്പം മരണപ്പെട്ടവന്റെ പിതാവ്. പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ മകനായി 1929 ഈജിപ്തിൽ ജനിച്ച അൽ ഫയാദ് 1970കളിലാണ് ബ്രിട്ടനിലേക്ക് കുടിയേറുന്നത്. ആദ്യ ഭാര്യ സമീറ ഖഗോഷിയുടെ ബന്ധുക്കളിലൂടെയാണ് അൽ ഫയാദ് വ്യവസായ രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. കൊല്ലപ്പെട്ട സൗദി അറേബ്യൻ മാധ്യമ പ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ ബന്ധു കൂടിയാണ് സമീറ. 1960കളിൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് റഷീദ് ബിൻ സയ്യിദ് അൽ മക്തൂം ദുബായ് വികസനത്തിൽ അൽ ഫയാദിനെ പങ്കാളിയാക്കുന്നു. തുടർന്ന് ഒട്ടേറെ ബ്രിട്ടീഷ് കമ്പനികളെ അദ്ദേഹം ദുബായിൽ അവതരിപ്പിച്ചു. 1966ൽ ബ്രൂണൈ സുൽത്താൻ ഒമർ അലി സൈഫുദ്ദീൻ മൂന്നാമന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറി. 1979ൽ പാരീസിലെ റിറ്റ്സ് ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിയ അൽ ഫയാദ് 1984ൽ ഹാരോഡ്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ ഉടമയായ ഹൗസ് ഓഫ് ഫ്രേസറിന്റെ 30% ഓഹരികളും സ്വന്തമാക്കി. ഈ ഇടപാട് ബ്രിട്ടനിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും മോഷണ കുറ്റം ആരോപിക്കപ്പെട്ട് 1998ൽ അൽ ഫയാദ് അറസ്റ്റിലാവുകയും വരെ ചെയ്തിട്ടുണ്ട്. ഡയാനയും ഡോഡിയും കൊല്ലപ്പെട്ടിട്ട് 26 വർഷം തികയുന്നതിന്റെ തലേ ദിവസമാണ് മുഹമ്മദ് അൽ ഫയാദ് മരിക്കുന്നത്. കുടുംബമാണ് മരണവിവരം പുറത്തുവിട്ടതും. 1997 ഓഗസ്റ്റ് 30-നായിരുന്നു പാരീസിലെ പോണ്ടേ ഡാമ തുരങ്കത്തിലെ തൂണിലിടിച്ച് ഡയാനയും ഡോഡിയും സഞ്ചരിച്ച കാർ തകരുന്നതും ഇരുവരും മരണപ്പെടുകയും ചെയ്യുന്നത്. അതൊരു കാർ അപകടമാണെന്ന് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും എഴുതി ചേർത്തപ്പോൾ ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് മുഹമ്മദ് ഫയാദാണ്. തന്റെ മകനെയും രാജകുമാരിയെയും കൊലപ്പെടുത്തിയ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് മുഹമ്മദ് ഫയാസ് അടിയുറച്ച് വിശ്വസിച്ചിരുന്നത്. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായിരുന്ന ചാൾസ് രാജകുമാരന്റെ കുട്ടികളുടെ അമ്മയായ ഡയാനയെ ഒരു മുസ്ലിം നാമധാരി വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന വാർത്ത പരന്നതോടെയാണ് ഈ അപകടം രാജകുടുംബം ആസൂത്രണം ചെയ്തതെന്നായിരുന്നു ഫയാദിന്റെ പക്ഷം. ഡയാന രാജകുമാരിയിലൂടെ മാത്രം അറിയപ്പെടേണ്ട ഒരു പേരല്ല മുഹമ്മദ് ഫയാദിൻ്റെത്. ഈ വിവാദ സംഭവം മാറ്റി നിർത്തിയാൽ ജീവിതത്തോട് പടവെട്ടി വിജയിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഫയാദിനെ നമുക്ക് കാണാൻ കഴിയും. ഈജിപ്തിലെ അലക്സാൻഡ്രിയ നഗരത്തിൽ ജനിച്ച് സ്വയപ്രയത്നത്തിലൂടെ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ലോകത്താകെ തന്നെ തന്റെ പേര് വളർത്തിയ ബിസിനസ്സുകാരൻ എന്നതാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി. പാരമ്പര്യ സ്വത്തിന്റെയോ തുടർച്ചയോ വളർച്ചയോ ആയിരുന്നില്ല ഫയാദിന്റെ ബിസിനസ് വിജയങ്ങൾ. ഹറാഡോസ്, ഫുൽഹം, പാരീസിലെ റിറ്റ്സ് ഹോട്ടൽ എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സ്വത്തുക്കളുടെ ഉടമയായ ഫയാദിന്റെ തുടക്കം വളരെ ലളിതമായിരുന്നു. ഫയാദിന്റെ ബിസിനസിന്റെ കേന്ദ്രവും അതിന്റെ വളർച്ചയും ഒക്കെ ബ്രിട്ടനിലായിരുന്നുവെങ്കിലും രാജ്യത്തിലെ പൗരത്വം നൽകാൻ ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാകാത്തതിന്റെ പിണക്കം ഫയാദിന് എപ്പോഴുണ്ടായിരുന്നു. 1995ൽ ഫയാദ് നൽകിയ പൗരത്വ അപേക്ഷ ബ്രിട്ടീഷ് സർക്കാർ നിരാകരിക്കുകയായിരുന്നു ചെയ്തത്. വംശീയ വിവേചനമാണ് തന്നോട് കാണിച്ചതെന്നായിരുന്നു ഫയാദിന്റെ ആരോപണം. ഈ ആരോപണമാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടനോടുള്ള അമർഷമായിരുന്നു പാരീസിലേക്ക് അദ്ദേഹത്തെ പറിച്ചു നടാനുള്ള കാരണവും. ഇരു കൈയും നീട്ടിയാണ് ഫ്രാൻസ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. രാജ്യത്തെ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതി ലീജിയൻ ഓഫ് ഓണർ നൽകി ഫയാദിനെ ഫ്രാൻസ് ആദരിച്ചിട്ട് പോലുമുണ്ട്. ഡയാനയെയും ഡോഡിയെയും കൊലപ്പെടുത്തിയതാണെന്ന് തെളിയിക്കാൻ നീണ്ട 10 വർഷത്തോളം ഫയാദ് പോരാടിയിട്ടുണ്ടായിരുന്നു. ഇക്കാലങ്ങളിലെല്ലാം സുന്ദരനായ ആ ബിസിനസ്സുകാരൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. മരിക്കുമ്പോൾ ഡയാന രാജകുമാരിയുടെ ഉദരത്തിൽ തന്റെ വംശം ഉണ്ടായിരുന്നു എന്ന് പോലും അദ്ദേഹം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. എന്നാൽ ആ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡയാന രാജകുമാരി ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കുന്നതും അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നതും സഹിക്കാൻ തയ്യാറാകാതിരുന്ന ഫിലിപ്പ് രാജകുമാരൻ ഡയാനയുടെ ഭർത്താവ് ബ്രിട്ടന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നടത്തിയ കൊലപാതകമായിരുന്നു അർദ്ധരാത്രിയിലെ ആ കാർ അപകടമെന്നായിരുന്നു ഫയാദിന്റെ ആരോപണം.
കോടികളാണ് നിയമ പോരാട്ടത്തിന് വേണ്ടി ഫയാദ് അന്ന് ചെലവഴിച്ചത്. രാജകുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും മാത്രമല്ല, പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ, ഡയാനയുടെ സഹോദരി സാറ തുടങ്ങിയ പാരീസിലെ ആംബുലൻസ് ഡ്രൈവറെ വരെ ഫയാദ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ കോടതി കൊലപാതക ആരോപണം തള്ളി ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് ഫയാദിന് വാക്കുകൾ നഷ്ടമായി തുടങ്ങുന്നത്. എന്റെ പ്രതികാരം ഞാൻ കാലത്തെ ഏൽപ്പിക്കുന്നു എന്ന് മറുപടി പറഞ്ഞാണ് അദ്ദേഹം ആ കോടതി വളപ്പിൽ നിന്ന് മാഞ്ഞുപോയത്. ബ്രിട്ടനിലെ കുപ്രസിദ്ധമായ ബിസിനസ് പോരാട്ടമായാണ് ഹരോഡ്സിന്റെ ഫയാദ് കൈക്കലാക്കിയത്. 1985 ബ്രിട്ടീഷ് ബിസിനസ് രാജാവായ റോളണ്ട് വാൾട്ടറെ പരാജയപ്പെടുത്തി ഫയാദും സഹോദരങ്ങളും ലോക പ്രശസ്തമായ ഹരോഡ്സിനെ സ്വന്തമാക്കുന്നത്. ആ നേട്ടത്തിലൂടെ ബ്രിട്ടീഷ് സമൂഹത്തിനിടയിൽ തനിക്ക് സ്വീകാര്യത കിട്ടുമെന്നാണ് ഫയാദ് പ്രതീക്ഷിച്ചതെങ്കിലും എതിരാളികളിൽ നിന്നും കടുത്ത മത്സരം നേരിടുകയാണ് പിന്നീട് ഉണ്ടാകുന്നത്. പല അന്വേഷണങ്ങളും ഫയാദിനെയും സഹോദരങ്ങൾക്കും നേരിടേണ്ടതായി വന്നു. 1/4 നൂറ്റാണ്ടുകാലം കയ്യിൽ വച്ചതിനു ശേഷം 2010 ഹരോഡ്സ് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് വിൽക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. 1994 പാർലമെന്റിൽ തനിക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയെന്ന വെളിപ്പെടുത്തൽ ബ്രിട്ടനിൽ ഫയാദിനൊരു അഴിമതിക്കാരനായ കോടീശ്വരന്റെ പ്രതിച്ഛായ ഉണ്ടാക്കുകയുണ്ടായി. ചോദ്യത്തിന് കോഴ എന്ന നിലയിൽ വിവാദമായ ആ രാഷ്ട്രീയ അഴിമതി ഒരു മന്ത്രി ഉൾപ്പെടെ 4 രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ ഭാവി വരെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പല ശതകോടീശ്വരന്മാരെയും പോലെ സമ്പ്രദായങ്ങളെ ധിക്കരിക്കാൻ ഫയാദും താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം തന്റെ ആഗ്രഹമായി പറഞ്ഞത് ഹരോഡ്സിന്റെ മേൽക്കൂരയിൽ തന്റെ മൃതദേഹം ഒരു സ്വർണ്ണ ശവപ്പെട്ടിയിലാക്കി ചില്ലുകൊണ്ടുള്ള പിരമിഡ് തീർത്ത് അതിൽ മമ്മിഫൈഡ് ചെയ്തു വെക്കണമെന്നായിരുന്നു. തന്റെ സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് മാത്രമല്ല ഉപഭോക്താക്കൾക്കും കൂടി ഡ്രസ് കോഡ് നിർദ്ദേശിച്ച കച്ചവടക്കാരൻ കൂടിയായിരുന്നു ഫയാദ്. അയാൾ തന്നെയാണ് ഒരു ആൽബസ്ട്രോസിന്റെ ചിറകിന് കീഴിലായി നൃത്തം ചെയ്യുന്ന ഡോഡിയുടെയും ഡയാനയുടെയും വെങ്കല ശില്പം പണിതു വെച്ചതും. ഫുൾഹാം ഫുട്ബോൾ ക്ലബിന്റെ ഉടമ എന്ന നിലയിൽ ഫയാദ് ചെയ്ത കാര്യം ക്ലബ്ബ് സമുച്ചയത്തിന്റെ മുന്നിലെ മൈതാനത്ത് മൈക്കിൾ ജാക്സന്റെ പ്രതിമ സ്ഥാപിച്ചതായിരുന്നു. അതിന്റെ പേരിൽ ആരാധകർ കുറ്റപ്പെടുത്തിയപ്പോൾ തന്റെ സമ്മാനം മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢികളായ ആരാധകർ നരകത്തിൽ പോട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പൊങ്ങച്ചക്കാരനായ കോടീശ്വരൻ എന്നായിരുന്നു ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ ഫയാദിനെ കളിയാക്കിയിരുന്നത്. ബ്രിട്ടനിൽ എത്തിയതിനു ശേഷമായിരുന്നു ഫയാദ് തന്റെ പേരിനൊപ്പം അൽ എന്ന് ചേർത്തതിനെ പരിഹസിച്ച് പ്രൈവറ്റ് ഐ എന്ന മാസിക ഫയാദിനെ കളിയാക്കി വിളിച്ചത്. വ്യാജനായ ഫറവോ എന്നായിരുന്നു അതിന്റെ അർത്ഥം. മരിച്ച വർഷങ്ങളായിട്ടും അദ്ദേഹത്തിന്റെ പ്രഭ കെട്ടടങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അന്തരിച്ച ശതകോടീശ്വരനും ഹരോഡ് മുൻ ഉടമയുമായ മുഹമ്മദ് അൽ ഫയാദിനെതിരെ വീണ്ടും പീഡന ആരോപണങ്ങളുമായി സ്ത്രീകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 65ഓളം സ്ത്രീകളാണ് ഫയാദ് പീഡിപ്പിച്ചിരുന്നു എന്ന പരാതി നൽകിയിരിക്കുന്നത്. 1/2 നൂറ്റാണ്ട് മുൻപ് നടന്ന പീഡനങ്ങളെക്കുറിച്ചാണ് ഇവർ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം BBC സംപ്രേഷണം ചെയ്ത ഒരു പരിപാടിയിലാണ് ഫയാദിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ലണ്ടനിലെ ഹാരോഡിൽ ജോലി ചെയ്തിരുന്ന 20ഓളം സ്ത്രീകളാണ് ഫയാദ് തങ്ങളെ ലൈംഗികപരമായി പീഡിപ്പിച്ചിരുന്ന കാര്യം വെളിപ്പെടുത്തിയത്. 1985 ഹാരോഡ് ആരംഭിച്ച കാലം മുതൽ തന്നെ ഫയാദ് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്നായിരുന്നു ഇവരുടെ വെളിപ്പെടുത്തൽ. എന്നാൽ 1977 മുൻപ് ഫയാദ് പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന 65 പേരും പറയുന്നത്. ഇയാളുടെ ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ 1990കളിലാണ് ആദ്യമായി പുറത്തുവരുന്നത്. എന്നാൽ അന്ന് ഫയാദിനെ പിടികൂടാനുള്ള യാതൊരു ശ്രമവും പോലീസ് നടത്തിയിട്ടില്ല എന്നതാണ് സത്യം. 5 വർഷം മുൻപ് 83ാമത്തെ വയസ്സിലാണ് ഇയാൾ മരിക്കുന്നത്. എങ്കിലും ഫയാദ് പീഡിപ്പിച്ച സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നാണ് അവരുടെ അഭിഭാഷകർ ആവശ്യപ്പെടുന്നതും. എന്നാൽ ഹാരോഡ്സിന്റെ പുതിയ ഉടമകൾ പറയുന്നത് ഫയാദ് പണം കൊടുക്കാനുള്ള 200-ലധികം പേർ ഇപ്പോൾ കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഫയാദിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന 65 സ്ത്രീകളിൽ 37 പേർ നേരത്തെ ഹാരോഡ്സിൽ ജോലി ചെയ്തിരുന്നവരുമാണ്. മറ്റുള്ളവർ പലരും ഇയാളുടെ വീട്ടിലും മറ്റും ജോലി ചെയ്തിരുന്നവരുമാണ്. 1977 ഫയാദ് പീഡിപ്പിച്ചതായി ആരോപണം ഉന്നയിച്ച സ്ത്രീക്ക് ഇപ്പോൾ 72 വയസ്സാണ് പ്രായം. എങ്കിലും ഇയാളുടെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള BBC പരിപാടി കണ്ടപ്പോഴാണ് എന്തുകൊണ്ട് തനിക്കും പരാതി നൽകിക്കൂടാ എന്ന് ചിന്തിച്ചത് എന്നാണ് അവർ പറയുന്നത്. അക്കാലത്ത് താൻ ദുബായിലെ ഒരു ബാങ്കിലാണ് ജോലി ചെയ്തതെന്ന് അവർ പറയുന്നു. ഇതാണ് ഫയാദിന്റെ ജീവിതം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ശതകോടീശ്വരന്റെ പദവിയിലേക്ക് എത്തുമ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ചാൾസ് രാജകുമാരന്റെ മുൻ ഭാര്യയായിരുന്ന ഡയാന രാജകുമാരിയുടെ പേരിനോട് ചേർത്താണ്. പക്ഷേ അങ്ങനെ അറിയപ്പെടേണ്ട ഒരു വ്യക്തിയല്ല എന്നത് ഒന്നുകൂടി പറയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. ഡയാന രാജകുമാരിയുടെ മരണം കൊലപാതകമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുതന്നെയായാലും കമന്റ് ചെയ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.